ബോളിവുഡിലെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന സൗഹൃദമായിരുന്നു സംവിധായകൻ കരൺ ജോഹറും നടി കാജോളും തമ്മിലുണ്ടായിരുന്നത്. കാജോളിന്റെ കരിയറിലെ എക്കാലത്തെയും ഹിറ്റ് കുച്ചു കുച്ചു ഹോത്താ ഹെ അടക്കമുള്ള ചിത്രങ്ങൾ കരണിന്റെ സംവിധാനത്തിൽ പിറന്നതാണ്. എന്നാൽ പെട്ടെന്നാണ് ആഴത്തിലുള്ള ആ സൗഹൃദത്തിന് മങ്ങലേറ്റത്. കാരണം അന്വേഷിച്ച മാധ്യമപ്രവർത്തകർക്കും ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ തന്റെ ജീവചരിത്രത്തിലാണ് കരൺ ആ അധ്യായത്തിന്റെ ചുരുൾ അഴിച്ചത്. നടിയോട് തനിക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്നാണ് കരൺ വ്യക്തമാക്കിയത്. പക്ഷേ അതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയാണ് കാജോൾ. ഈ അടുത്ത് പുറത്തിറങ്ങിയ എൻ അൺസ്യൂട്ടബിൾ ബോയ് എന്ന തന്റെ ജീവചരിത്രത്തിലാണ് കരൺ ജോഹർ കാജോളിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. പുസ്തകം പുറത്തിറങ്ങിയ മുതൽ കരണിന്റെ ലൈംഗികതയുമായി ബന്ധപ്പെട്ടുള്ള വിവാദ ചർച്ചകളും ഇതോടൊപ്പം പൊടിപൊടിക്കുന്നുണ്ട്. ഒരു സംഭവം അത് തന്നെ വല്ലാതെ ഉലച്ചുവെന്ന് കരൺ പറയുന്നു. അതിനുശേഷം പൊതുപരിപാടികളിൽ ഉൾപ്പെടെ കാജോളിനെ കണ്ടാലും പരസ്പരം ഒരു വാക്കുപോലും മിണ്ടാതായി. സൗഹൃദത്തിൽ വിശ്വാസമർപ്പിച്ച് കാജോളിനോട് പറഞ്ഞ മറ്റൊരാളോടും വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അവർ പരസ്യമാക്കിയത് തന്നെ ഞെട്ടിപ്പിച്ചുവെന്നാണ് കരൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് ക്ഷമിക്കാൻ തനിക്ക് കഴിയില്ല. തന്റെ തെറ്റ് മനസ്സിലായെന്ന ഒരു വാക്കുപോലും കാജോളിൽ നിന്ന് ഉണ്ടായതുമില്ല, കരൺ പറയുന്നു. കാജോൾ എന്ന സുഹൃത്ത് അന്നു മുതൽ തന്റെ മനസ്സിലില്ല. അവർക്കൊരിക്കലും മാപ്പ് നൽകാനാകില്ല. അല്ലെങ്കിൽ തന്റെ സൗഹൃദം അവർ അറിയിക്കുന്നില്ല. അതുമാത്രമല്ല, താൻ വിശ്വസിച്ച് പറഞ്ഞ തികച്ചും വ്യക്തിപരമായ ആ കാര്യത്തോടും തനിക്ക് നീതി പുലർത്തണം, കരൺ പറയുന്നു. കരണിന്റെ പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകൾ ചർച്ചയായതിനെ തുടർന്നാണ് കാജോൾ പ്രതികരണവുമായി രംഗത്തെത്തിയത്. പുസ്തകം വിറ്റഴിക്കാൻ കരൺ ജോഹർ നാണംകെട്ട കളിയാണ് കളിക്കുന്നത് എന്ന് കാജോളും അജയ് ദേവ്ഗണും പറയുന്നു. കാജോളുമായുള്ള അടുത്ത വൃത്തങ്ങളാണ് ഈ വിവരം പുറത്തുവിട്ടത്. കരൺ ജോഹറിന് മുന്നിൽ വന്ന് സംസാരിക്കാനാവില്ലെന്നും പിന്നിൽ നിന്ന് പറയാനേ കഴിയൂ എന്നും ഇപ്പോൾ ചലച്ചിത്ര ലോകം മനസ്സിലാക്കിയെന്നും കാജോൾ ആരോപിക്കുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.